ഓക്കെ അപർണ? മഴയെല്ലാം ഉണ്ടോ അവിടെ? ഇല്ല സർ. മഴയാണ്, ഇവിടെ മഴയാ സാറേ. യെസ്, ഇവിടെയും മഴയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. യെസ് സർ. വേറൊന്നുമില്ലല്ലോ? ഓക്കെ, പ്രയർ സർ. ഉണ്ടോ? പ്രയർ. ഓക്കെ. Dear God, thank you for this new day. Please guide us our thoughts, words, and action, and help us spread kindness and love. Give us strength for the challenges ahead, and keep us mindful of your blessing. Thank you, sir. Okay. ഇനി സൈനിങ് ഓൺ. Sign in. ഓക്കെ, പറഞ്ഞോ. Good afternoon, sir. Good afternoon, all. I am very happy invite job, sir, for today class. Also, welcome my friends present today class. I hope today class was very useful for all my friends and me. Improve English vocabulary and speaking skill in English. Thank you, sir. Okay. Thought of the day. Yes, പറഞ്ഞോളൂ ശ്രീധരൻ. Education is the most powerful weapon which you can use to change the world. These words are by Nelson Mandela. ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. അത് വേണ്ട വിധത്തിൽ നാം ഓരോരുത്തരും പ്രയോജനപ്പെടുത്തുക. താങ്ക് യു സർ. Yes. Pen is mightier than a sword എന്നാണ് പറയുന്നത്. ഒരു വാളിനേക്കാൾ ശക്തി ഉണ്ടാവും ചില സമയത്ത് ചില പേനകൾക്ക് വളരെ ശക്തി ഉണ്ടാവും. Pen is mightier than a sword. അപ്പോ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോൺകോഡ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മുടെ ടീച്ചറെ ഉണ്ടാവില്ല എന്നതുകൊണ്ടാണ് നേരത്തെ ക്ലാസ് റൂമിൽ ഇന്നത്തേക്ക് കിട്ടിയത്. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കോൺകോഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഡിസ്കസ് ചെയ്തു, തന്നിരിക്കുന്ന വാചകത്തിൽ എപ്പോഴും ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. ആ സബ്ജക്റ്റിനനുസരിച്ചാണ് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന വെർബ് വരുന്നത്. ഈസോ, ആമോ, ആറോ, വാസോ, വേറോ, ഹാസോ, ഹാവോ, ഹാഡോ, അതെല്ലാം വരുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സബ്ജക്റ്റ്. സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കുക എന്നുള്ളതാണ്. യെസ്, അപ്പൊ അതിന് സബ്ജക്റ്റിനെ ആശ്രയിച്ചാണ് വെർബ് വരുന്നത് ഞാൻ സൂചിപ്പിച്ചു. യെസ്, ആ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ആ ലിങ്കിനെ പറയുന്ന പേരാണ് എന്ത്? കോൺകോഡ് എന്ന് പറയുന്നത്. കോൺകോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ദി ലിങ്ക് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് വെർബ്. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ആ ലിങ്കിനെയാണ് നമ്മൾ കോൺകോഡ് എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്ജക്റ്റ് കണ്ടു കഴിയുമ്പോൾ സിംഗുലർ ആയിട്ട് തോന്നും, ചിലപ്പോൾ പ്ലൂറൽ ആയിരിക്കും, ചിലപ്പോൾ പ്ലൂറൽ ആയിട്ട് തോന്നും, ചിലപ്പോൾ സിംഗുലർ ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ, സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഓർ എന്ന് പറയുന്ന ഒരു പേര് വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ സൂചിപ്പിച്ചു, ഓർ കഴിഞ്ഞതിന് ശേഷം വരുന്നത് എന്താണോ അതിനെ ആശ്രയിച്ചായിരിക്കുന്ന വെർബ്. ഓറിന് മുമ്പുള്ളത് സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കേണ്ടതില്ല എന്ന രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചു. യെസ്, ഇനി നമുക്ക് അടുത്ത് പറയാം. ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് വേറൊരു ഫ്രേസ് വേർഡാണ് ഐദർ ഓർ. ഐദർ, EITH, ഐദർ കുറച്ച് ഡോട്ട് ഉണ്ടാവും. ഐദർ ഓർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത്. ഐദർ ഓർ. ഇഫ് യു ഗോ സോ, നീ വേഗം പോവുകയാണെങ്കിൽ, യു വിൽ ഗെറ്റ് ഐദർ ബസ് ഓർ ട്രെയിൻ. ഒന്നുകിൽ നിനക്ക് ട്രെയിൻ കിട്ടും, അല്ലെങ്കിൽ നിനക്ക് ബസ് കിട്ടും. ഐദർ ബസ് ഓർ ട്രെയിൻ, ഒന്നുകിൽ അത്, ഒന്നുകിൽ അത്. അപ്പൊ രണ്ട് സംഗതികളെ കുറിച്ച് പറയുന്ന സമയത്താണ്
നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഐദർ ഓർ ഉപയോഗിക്കുന്നു. ഐദർ ഒന്നുകിൽ, ഓർ അല്ലെങ്കിൽ. ഐദർ കഴിഞ്ഞിട്ട് ഒരു കാര്യം, ഐദർ ബസ് അല്ലെങ്കിൽ ഓർ. യെസ്. അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് ഐദർ ഓർ വരുന്ന ആ വേർഡ് വരുന്ന വാചകത്തിലെ വെർബ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് നമുക്ക് നോക്കുന്നത്. ഇതിന്റെ അകത്ത് രണ്ട് സബ്ജക്ട് കയറി വരും, അല്ലെങ്കിൽ രണ്ട് നൗൺ കയറി വരും. ആ രണ്ട് നൗൺ കയറി വരുമ്പോൾ അത് എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് അത് നോക്കും. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്. അപ്പൊ നിങ്ങൾ ഐദർ ഓർ എന്നൊരു ഹെഡിങ് ഉണ്ട്, EITHER, ഐദർ. രണ്ട് മൂന്ന് കുത്തിട ഓർ, ഐദർ ഓർ. ഓക്കെ, ഞാനൊരു വാചകം പറയാം, അത് നിങ്ങളൊന്ന് എഴുതാം. ഐദർ your uncles, 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 or your father, dash come, COME, come here, here. I will repeat, either your uncles or your father dash come here. Bracket has, comma, have. Has, comma, have. Okay. ഇവിടെ നമുക്ക് ഒരെണ്ണം പൂരിപ്പിക്കാം. ഒന്നുകൂടെ പറയാമോ? ക്വസ്റ്റ്യൻ ഇടയ്ക്ക് മുറിഞ്ഞു പോവായിരുന്നു, കേൾക്കുന്നില്ല. റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, നമുക്ക് പറയാം. ഓക്കെ, either your uncles or your father dash come here, ബ്രാക്കറ്റില് has ഉണ്ട്, have ഉണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ അങ്കിൾമാർ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നാണ് നമുക്ക് അറിയുന്നത്. നിങ്ങൾ ഇതിന്റെ ഭാവനയ്ക്ക് അനുസരിച്ച് ചെയ്തോ, അതായിട്ട് നമുക്ക് പറയാം. ഓക്കെ, രമ്യ AV എന്താ വെച്ചാൽ ഹാസ് വെച്ചു. ഓക്കെ, ശാലിനി ഹാസ് വെച്ചോ ഹാവ് വെച്ചോ? ഞാൻ ഹാവ് ആണ് വെച്ചത്, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ലായിരുന്നു. ഞാൻ എക്സാമ്പിൾ വെച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഓക്കെ, ഞാൻ രമ്യ അപ്പൊ എന്താ ഹാസ് വെക്കാൻ കാരണം ഇവിടെ അങ്കിൾസ് ഒന്നില്ലേ? സർ, പക്ഷെ ഓർ കഴിഞ്ഞിട്ട് യുവർ ഫാദർ എന്നല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഹാസ്. ഓർ കഴിഞ്ഞിട്ട് വരുന്നതാണ്. വെരി ഗുഡ്, കറക്റ്റ് ലോജിക്കാണ് രമ്യ പറഞ്ഞത്. അത് ശരിയാണ്. ഇവിടെ ഐദർ ഓർ വരുന്ന സമയത്ത് ഓർ എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കണം സബ്ജക്റ്റ്. അല്ലോ പറഞ്ഞത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർ പറഞ്ഞില്ല, അതുപോലെ തന്നെ ഇവിടെ ഐദർ ഓറിലും ഓർ കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണോ അതാണ് സബ്ജക്റ്റ്. അപ്പൊ നോക്കിയേ, ഐദർ യുവർ അങ്കിൾസ് ഓർ യുവർ ഫാദർ, ഫാദേഴ്സ് അല്ല ഫാദർ അല്ലേ? അപ്പൊ ഫാദർ എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. അപ്പൊ ഹാസ് ആണ് കറക്റ്റ്. ഹാസ് ആണ് കറക്റ്റ്. എന്തുകൊണ്ട് ഹാസ് അവിടെ വന്നു എന്ന് ചോദിച്ചാൽ ഓറിന് ശേഷം വരുന്നത് എടുക്കാവൂ. ഓക്കെ, രണ്ടാമത്തെ വാചകം ഇത് തന്നെ വെച്ചിട്ട് എഴുതിക്കും. either your father or your uncles, 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 dash come here. Either your father or your uncles dash come here.
ഓക്കെ, ബ്രാക്കറ്റിൽ ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. യെസ്, പൂരിപ്പിച്ചോളൂ. ഷെൽട്ടൻ സർ. എന്താ എഴുതിയത്? ഹാവ്. ഹാവ് എഴുതി. സഫിയ Sir, സഫിയ ha- എന്താ sir, എഴുതിയത്? ഹാസ് have ഹാവ് എഴുതി. ആ. കറക്റ്റ്. അപ്പൊ ഇവിടെ ഹാവ് വരും. എന്താണ്? ഓറ് കഴിഞ്ഞിട്ട് പിന്നെ വന്നിരിക്കുന്നത് അങ്കിൾസ് എന്നാണ്, പ്ലൂറലാണ്. അപ്പൊ അവിടെ എന്ത് വരും? ഹാവ് വരും. ഓക്കെ, അപ്പൊ ഐദർ ഓർ നിങ്ങൾ മനസ്സിലായി. ഇനി ഐദർ ഓർ പോലെ തന്നെ ഇംഗ്ലീഷ് നമ്മൾ ഉപയോഗിക്കുന്ന, ഗ്രാമറിൽ ഉപയോഗിക്കുന്ന വേറൊരു പേരാണ് നൈദർ നോർ. ഐദർ ഓർ എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് ആണെങ്കിൽ നൈദർ നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്. യു വിൽ ഗെറ്റ് നൈദർ ട്രെയിൻ നോർ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ബസ്സും കിട്ടൂല, ട്രെയിനും കിട്ടൂല. അപ്പൊ നൈദർ എന്ന് പറയുന്ന വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ എൻ ആണ്. നിങ്ങൾ ഓർക്കുക, എൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്. ഐദർ ഓർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്. ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് എന്നാണ്. നൈദർ നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല, ഇതും ഉണ്ടാവില്ല. യെസ്, അപ്പോ യു വിൽ ഗെറ്റ് നൈദർ ബസ് നോർ ട്രെയിൻ എന്ന് പറയുമ്പോൾ നിനക്ക് ബസ്സും കിട്ടില്ല, നിനക്ക് ട്രെയിനും കിട്ടില്ല. ഓക്കെ, അപ്പൊ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐദർ ഓർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓറിന് ശേഷം വരുന്നതാണ് സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കേണ്ടത് പറഞ്ഞു. നൈദർ നോറില് ഈ നോറില് അതിന് ശേഷം വരുന്നതാണ് സബ്ജക്റ്റ്, മുമ്പ് വരുന്നതല്ല. നോറിന് ശേഷം സാറ് വരുന്ന നെയ്തർ ഓർ ആണോ നെയ്തർ നോർ ആണ്? നെയ്തർ നോർ അല്ലേ? ഐദർ അല്ല, നൈദർ ആണ്. ഓക്കെ, എന്നോവർ. ഓക്കെ, അപ്പൊ നോർ എന്ന് പറയുന്നതിന് ശേഷം വരുന്നതാണ് സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ, എനിക്ക് നൈദർ ദ ടീച്ചർ, നൈദർ ദ ടീച്ചർ nor the students, nor the students dash gone, G-O-N-E, gone out of the classroom, gone out of the classroom. Neither the teacher nor the students, students, dash gone out of the classroom. Bracket has and have. Has and have. Okay, ഇല്ലു അനില പറയണേ. സാറ് ക്വസ്റ്റ്യൻ ഒന്ന് പറയാം, കേട്ടില്ല. Okay. Neither the teacher nor the students has gone out of the classroom. ഹാവ് ആണോ സാർ? Have അല്ലേ? റാണി ഷാജി എന്താ ചെയ്തേക്കണേ? Have. നോറ് കഴിഞ്ഞതിന് ശേഷമുള്ള വാക്ക് നോക്കി അല്ലെ? അപ്പൊ നോറ് കഴിഞ്ഞതിന് ശേഷം സ്റ്റുഡൻസ് ആണ് വന്നിരിക്കുന്നത്, അപ്പൊ പ്ലൂറലാണ് ഹാവ് ഉപയോഗിച്ചു. ഓക്കെ, അതേ ചോദ്യം ഞാനൊന്ന് മറിച്ചിടുകയാണ്. ശരി, neither the students, students, nor the teacher dash gone out of the classroom.
dash gone out of the classroom. Okay, bracket has ഉണ്ട് have ഉണ്ട്. Yes. Aparna. Sir, എന്താണ് ഈ ഫില്ല് ചെയ്തേക്കണേ? the teacher has gone out of the classroom. Has ആണ് യൂസ് ചെയ്തത്. ദീപ മനോജ്. ഹാസ് ആണ് സാറേ ഞാൻ യൂസ് ചെയ്തത്. ഓക്കെ ഓക്കെ. ടീച്ചർ ഹാസ് ഗോൺ ഔട്ട് ഓഫ് ദ ക്ലാസ് റൂം. ഓക്കെ ഓക്കെ ഓക്കെ. ടീച്ചർ കഴിഞ്ഞപ്പോ നോറ് കഴിഞ്ഞ ശേഷം ടീച്ചറെ വന്നിരിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ഹാസ് ഉപയോഗിച്ചു. ഓക്കെ ഓക്കെ. കറക്റ്റ് കറക്റ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. യെസ് യെസ്. ഓക്കെ. ഇനി ഞാൻ നിങ്ങളുടെ ചിന്തകൾക്ക് മാത്രമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് സെന്റൻസ് പറയുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിശദീകരിക്കും. ഇരിക്കും. രമേശ് REMASH Ramesh as well as his Ramesh as well as his children dash gone 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 ബ്രാക്കറ്റില് ഹാസ് ഉണ്ട് ഹാവ് ഉണ്ട്. രമേശും അതുപോലെ തന്നെ അവന്റെ കുട്ടികളും പുറത്തേക്ക് പോയി. Yes, Rashmi Via. Rashmi എന്ന് വെച്ചു. ഹാസ് ഗോൺ ആണോ? ഏതിനോടാണ് യോജിപ്പ്? ഹാസിനോടാണ് ഹാവിനോടാണ്? ഹാസ്. ഓക്കെ ഓക്കെ ഓക്കെ. രാജലക്ഷ്മി. സാർ എനിക്ക് തോന്നുന്നു ഹാവാന്ന്, ചിൽഡ്രൻ അല്ലേ? ഹാവാന്ന്. എന്താന്ന് വെച്ചാ ചിൽഡ്രൻ പറയുമ്പോ ഒന്നീ കൂടുതൽ കുട്ടികളും ഉണ്ടാവില്ലേ? അതെ, ചിൽഡ്രൻ ചൈൽഡ് ആണ് ഒരു കുട്ടി,
ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ. ഓക്കെ 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 ഓക്കെ. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എന്തോ ഇല്ല ഒന്നുമില്ല സാർ പറയല്ലേ. അല്ല രമേശ് സിംഗുലർ അല്ലേ? ഞാൻ നോക്കുന്നു. ഇവിടുത്തെ നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആസ് വെൽ ആസ് ആണ്. ആസ് വെൽ ആസ്. ആസ് വെൽ ആസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? അതുപോലെ തന്നെ എന്നാണ്. അപ്പൊ രമേശ് അതുപോലെ തന്നെ അവന്റെ കുട്ടികൾ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നും. രമേശ് സബ്ജക്റ്റ് ആണ്, അവന്റെ കുട്ടികൾ സബ്ജക്റ്റ് ആണ് തോന്നും. അവന്റെ കുട്ടി എന്നല്ല പറഞ്ഞാൽ കുട്ടികൾ. അപ്പൊ നമുക്ക് പ്ലൂറലാണ് തോന്നും. പക്ഷെ ഇവിടെ കുഴപ്പമുള്ള ഒന്നാണെന്നുണ്ടെങ്കിൽ ഈ ആസ് വെൽ ആസ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ ആ ആസ് വെൽ ആസ് എന്ന് പറയുന്ന വേർഡിന്റെ മുമ്പ് വരുന്നതായിരിക്കും സബ്ജക്റ്റ്. അപ്പൊ നോക്കിയേ, രമേശ് ആസ് വെൽ ആസ് ഹിസ് ചിൽഡ്രൻ. ഹിസ് ചിൽഡ്രൻ എന്നുള്ളത് ആസ് വെൽ ആസിന് ശേഷമല്ലേ? അപ്പൊ അത് പരിഗണിക്കേണ്ടത് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് ഏതാണ്? രമേശാണ്. യെസ്. അപ്പൊ രമേശ് ആസ് ഒരു ഹാവ് ഒരു ഓക്കെ ഓക്കെ. അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആസ് വെൽ ആസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് അതുപോലെ തന്നെ എന്താണ്, അതിന് തൊട്ട് മുമ്പുള്ളതായിരിക്കണം സബ്ജക്റ്റ്. യെസ്. അടുത്തൊരു വാചകം എഴുതിക്കോ. മൈ ബ്രദേഴ്സ് BROTHERS brothers as well as my sister dash passed PASSED dash passed SSLC examination. Yes. Dash passed SSLC examination. Okay. Bracket has and have ഉണ്ട്. As and my brothers as well as my sister dash passed SSLC examination. അവിടെ എന്ത് വരും? രാജേശ്വരി അല്ല സഫിയ പറഞ്ഞാണല്ലേ? കാരണം എന്താണ്, അവിടെ നേരത്തെ വന്നിരിക്കുന്നത് ബ്രദേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ആശുലാസിന് മുമ്പ് വന്നേക്കുന്നത് ബ്രദേഴ്സ് ആണ്. അതുകൊണ്ട് അവിടെ നിന്ന് വരും. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് നെക്സ്റ്റ് രമേശ്. with his friends dash going to movie. Ramesh with his friends dash going to movie. ബ്രാക്കറ്റിൽ ഈസും ഉണ്ട് ആറും ഉണ്ട്. ചോദ്യം നോക്കിയേ, രമേശ് അവന്റെ സുഹൃത്തുക്കൾക്കൊപ്പം സിനിമയ്ക്ക് പോവുകയാണ്.
ഈസ് ആണ്. രാജലക്ഷ്മി വെച്ചിരിക്കുന്നത്, ശാലിനി വെച്ചിരിക്കുന്നത് ഈസ് ആണ്. യെസ്, ഇതിനകത്ത് ആസ് വെൽ ആസ് ഒന്നും ഇല്ല കേട്ടോ. ഐതോറില്ല, നൈതോറില്ല, ഓറില്ല. അനില വെച്ചിരിക്കുന്നത് ഈസ് ആണ്. യെസ്, എല്ലാവരും ഈസ് ആണല്ല. അപ്പോ രശ്മി, സർ എന്താണ് ഈസ് വെക്കാൻ കാരണം? അപ്പൊ അവിടെ ഒരു അവന്റെ സുഹൃത്തുക്കളില്ലേ, ഫ്രണ്ട്സ് ഇല്ലേ? അല്ല, നേരത്തെ ആസ് വെൽ ആസ് പറഞ്ഞതുപോലെ അതുപോലെ തന്നെ എന്നൊരു പറഞ്ഞില്ലേ, അതുപോലെ വിത്തെന്ന് പറയുമ്പോ കൂടെ എന്നുള്ളല്ലേ അർത്ഥം. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലോജിക് ഈസ് കറക്റ്റ്. അപ്പോ രശ്മി ചിന്തിച്ചത് നേരത്തെ ആസ് വെൽ ആസ് എന്ന് പറഞ്ഞു, പക്ഷെ ഇതിനകത്ത് പകരം എന്താണ്, വിത്ത് വന്നിട്ടുണ്ട്. അപ്പൊ വിത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ വിത്തിന് മുമ്പുള്ളതായിരിക്കും സബ്ജക്റ്റ്, ശേഷമുള്ളതല്ല, മുൻപുള്ളത്. അപ്പൊ അവിടെ വിത്തിന് മുമ്പ് എന്താ ഉള്ളത്? രമേശേ ഉള്ളൂ അല്ലേ? രമേശ്, അതാണ് ഇമ്പോർട്ടന്റ്. പിന്നെ അവരുടെ കൂട്ടുകാരൻ. യെസ്, അപ്പൊ രമേശ് സബ്ജക്റ്റ്, വിത്ത് ഉണ്ടെങ്കിൽ രമേശാണ് സബ്ജക്റ്റ്. അപ്പൊ രമേശ് ഒരാളുള്ളൂ, അപ്പൊ അവിടെ ഈസ് വരുള്ളൂ. യെസ്, ഓക്കെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അടുത്തത് സീത. സീത along with, ALONG, along with her sisters. Sita, along with her sisters, dash gone to market. Sita, along with her sisters, dash gone to market. Yes, bracket has and have ഉണ്ട്. ഓക്കെ, ഇഷ്ടമുള്ള പൂരിപ്പിച്ചോളൂ. ഓക്കെ, ഒരാള് രാജലക്ഷ്മി ഹാസ് ആണ്, ശാലിനി ഹാവ് ആണ്, റാണി ഹാസ് ആണ്, അനില ഹാസ് ആണ്, രമ്യ ഹാവ് ആണ്. യെസ്, യെസ്. ഓ, അത് രണ്ടുണ്ട് അല്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഈ എലോങ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ കൂടെ, ഒപ്പം ഇങ്ങനെ അർത്ഥം. യെസ്, അപ്പോ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത് ആ എലോങ് വിത്തിന് മുമ്പുള്ളതായിരിക്കണം സബ്ജക്റ്റ്. സീത എലോങ് വിത്ത് ഹെർ ഫ്രണ്ട്സ്, അവരുടെ സുഹൃത്തുക്കളുടെ കൂടെ. അപ്പൊ എലോങ് വിത്ത് മുമ്പുള്ളത് ഏതാണ്? സീതയാണ്. സീത എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ് സബ്ജക്റ്റ്, ഫസ്റ്റ് പേഴ്സൺ അല്ല, സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോ ആ സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ അവിടെ ഹാവ് വരില്ല, മറിച്ച് വരുന്നത് എന്താണ്? ഹാസ് ആണ് കറക്റ്റ്. യെസ്, ഹാസ് ഈസ് കറക്റ്റ്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെപ്പോഴും ഒരു ഈസോ, ആമോ, ആറോ, വാസോ, വേറോ, ഹാസോ, ഹാവോ ഒക്കെ എഴുതുമ്പോൾ സബ്ജക്റ്റ് എന്താണെന്നൊന്ന് നോക്കണം. സബ്ജക്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷമേ നമുക്ക് വാസ് അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആമ അല്ലെങ്കിൽ ആറ് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ദീപ മനോജ്, ഓക്കെ, ഹൗ ആർ യു ദീപ?
I'm fine, sir. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനൊരു വാചകം പറയാൻ എഴുതണമെന്നില്ല, പറഞ്ഞാൽ മതി. അല്ല, മനസ്സിൽ ഉണ്ടായാൽ മതി. ഐ ഡാഷ് thinking of my future. I dash thinking of my future. I dash thinking of my future. ഞാൻ എന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. I dash thinking, thinking of my future. എന്റെ ഭാവിയെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ബ്രാക്കറ്റില് വാസുണ്ട്, വേറുണ്ട്. വാസുണ്ട്, വേറുണ്ട്. ഇത് പൂരിപ്പിച്ച ദീപം. വാസുണ്ട്, വേറുണ്ട്. വേറല്ല, WERE വേറെ. Thinking. I was thinking of my future. I was thinking of my future. MAAB സമ്മതിച്ചോ? വാസായിരിക്കും. വാസാണ് അല്ലേ? ശാലിനി സമ്മതിച്ചോ? ഇല്ല സാർ, ഞാൻ വേറാണ് പറയണേ. കാരണം ഞാൻ വേറാണ് പറയണേ. ഭാവിയെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയല്ലേ അർത്ഥം വരുന്നത്? യെസ്, ഭാവിയെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. യെസ്, ഐയുടെ കൂടെ വരുന്ന ഓക്സിലറി വെർബ് വാസ് അല്ലെങ്കിൽ വേറാണോ വാസാണോ പരിഗണിക്കുന്നത്? വാസാണ് അല്ലേ? അപ്പൊ അതിന്റെ കൂടെ വേറ് വരില്ല, വാസ് വരുള്ളൂ. അപ്പൊ ഐ വാസ്. അപ്പൊ ശരി, അതിന്റെ കൂടെ വാസാണ് വരുന്നത് കേട്ടോ. ഐ വാസ് തിങ്കിങ് when I was in South Africa, when I was in USA, when I was a student. Yes. അപ്പൊ ഇനി അനില, പീരിയഡിച്ച് പിടിച്ചല്ല എന്റെ പെണ്ണെ. ഇനി എന്ത് പുരുഷനാണോ എന്റെ നേരെ വരാൻ പോലെ വെച്ചിട്ടാണോ? അല്ല, നമുക്ക് കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ട്. കോൺഫിഡൻസ് ഇങ്ങനെയൊക്കെയല്ലേ എന്റെ അനില വരുന്നത്. നമ്മളിപ്പോ ആകെ എത്ര പേരുണ്ട്? 14 പേരുണ്ട്. ജസ്റ്റ് ലൈക്ക് എ ഫാമിലി നമ്മളിവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് പിന്നെ ഇങ്ങനെ കോൺഫിഡൻസ്. അനിലയുടെ വീട്ടിൽ അനില ഒച്ചപ്പാടും പേരും ഉണ്ടാക്കാറില്ലേ? എന്താ? അനില വീട്ടിൽ ഒച്ചപ്പാടും പേരും ഒക്കെ ഉണ്ടാക്കാറില്ലേ? അവിടെ നല്ല കോൺഫിഡൻസ് അല്ലേ? അത് തന്നെ ഇവിടെ വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഈ വിഷയത്തിലോട്ട് വരാം. അപ്പൊ അനില, ഞാൻ മലയാളത്തിൽ വാചകം പറയുന്നത്. അപ്പൊ അനില ഇങ്ങനെ ഒരുപാട് പക്ഷികളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ അനിലയുടെ മനസ്സിലോട്ട് ചിന്ത വരുന്നുണ്ട്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. ഇംഗ്ലീഷിൽ പറഞ്ഞത്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിലോ? ഒരു പക്ഷിനെ കണ്ടപ്പോ, അത് പറന്നു പോണെ കണ്ടപ്പോ അനില ഇങ്ങനെ ആലോചിച്ചത്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. അയ്യോ, അറിയില്ല സാർ, സോറി സാർ. ഓക്കെ, റാണി പറഞ്ഞു നോക്കി. I am. അപ്പൊ റാണിയെ ചിന്തിക്കാറുണ്ടെന്നുണ്ട്. അതാണ് റാണിക്ക് ചിരിക്കുമല്ലേ? പെട്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ സാറേ. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞോളൂ. ആർക്കെങ്കിലും പറയട്ടെ? ഞാനിത് ലെഫ്റ്റ് ടു യു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം. If I was a bird. If I was a bird. If I was a bird. ഓക്കെ, അത് കേട്ടെ. ഞാൻ എന്റെ അതിലേക്ക് പിന്നീട് വരാം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഐഡിയ? അപർണ പറഞ്ഞു, if I was a bird, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. യെസ്, ഐഡിയ? If I were a bird. വെറുതെ വെച്ചതാണോ അല്ല ആലോചിച്ചിട്ട് വെച്ചതാണോ? വെറുതെ വെച്ചതല്ല. ഈഫ് വരുമ്പോ അത് എന്തൊക്കെയോ ഒരു ഐവേറാണ്. ഞാനത് മറന്നു, പക്ഷെ ഞാൻ പഠിച്ച ഒരു ഓർമ്മ എനിക്കുണ്ട്. ഈ ഗ്രാമർ പഠിപ്പിച്ച ഈഫ് ഐ വെയർ ബേർഡ്, ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ ഐ വുഡ് ഫ്ലൈ ദ സ്കൈ എന്നൊക്കെ. ദീപയുടെ ആ ഒരു ഓർമ്മ അത് കറക്റ്റ് ആണ്.
അപർണ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, എന്താ അറിയാമോ? അപർണ വളരെ സത്യസന്ധയും ഹൃദയവിശാലതയും നന്മയുമുള്ള കുട്ടിയായതുകൊണ്ട് നേരെ വഴിക്കാൻ കണ്ടുപിടിച്ചു. ഈ സെന്റൻസ് നമ്മൾ പറയുമ്പോൾ സാറേ അതൊരു പിന്നെ ഈ എന്തോ ഒരു ഇതായത് നമ്മളൊരു വ്യവസ്ഥ വെക്കുക എന്നൊക്കെ പറയില്ലേ, എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ മറന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ അപർണയോട് ചോദിക്കുന്നത്, എന്നെങ്കിലും അപർണയ്ക്ക് ഒരു പക്ഷിയാവാൻ പറ്റും? എന്നെങ്കിലും? ഇല്ല. ഒരിക്കലും പറ്റില്ല. അപ്പൊ ഇത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇംഗ്ലീഷിൽ ഇതിനെ പറയുമ്പോൾ പറയും അൺറിയലിസ്റ്റിക് കണ്ടീഷൻ എന്ന് പറയും. ഒരിക്കലും നടക്കില്ല. ആഗ്രഹിക്കാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ പറയാം അപർണയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തെങ്കിലും നടക്കും. അപർണയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ആ അവസരം ഉപയോഗിച്ചേനെ. അപ്പൊ ഒരിക്കലും നടക്കില്ല. അങ്ങനെ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോ ആയി കഴിഞ്ഞാല് വാസു പറയരുത്, വേറെ പറയും. അപ്പൊ ഞാനിത് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞില്ല, ആയി കഴിഞ്ഞു കഴിഞ്ഞാല് വാസേ വരുള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞില്ലേ. ആയി കഴിഞ്ഞാൽ വാസേ വരും. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ദാറ്റ് മീൻസ് അൺറിയലിസ്റ്റിക് കണ്ടീഷൻ വരുമ്പോ അവിടെ ആയി കഴിഞ്ഞാല് വേറെ വരും. അപ്പൊ അപർണ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവം ആയി കഴിഞ്ഞിട്ട് വേറെ വരുന്ന രീതിയിൽ പറഞ്ഞ് ഇവിടെ നമ്മൾ പറഞ്ഞു ഇഫ് ഐ വെർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. I wish I could fly like a bird. Yes. അപർണ പറഞ്ഞു ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞതുപോലെ വേറെണ്ണം പറയും. ഒരിക്കലും നടക്കരുത്. If I were a cat മതിയോ? If I were a അല്ല, if I were a fish, I can swim. I can swim. അല്ലെ? If I were a fish, ഞാനൊരു മത്സ്യമായിരുന്നെങ്കിൽ. ഓക്കെ. If I were a car, ഞാനൊരു വാഹനമായിരുന്നെങ്കിൽ. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അൺറിയലിസ്റ്റിക് കണ്ടീഷനിൽ ആയി കഴിഞ്ഞാൽ വാസു വരില്ല, ആയി കഴിഞ്ഞാല് വേറെ വരില്ല. അപ്പൊ ദീപ മനോജിന്റെ ആ ഓർമ്മ കറക്റ്റ് ആണ്. പക്ഷെ ആ ഓർമ്മയിൽ നിന്ന് പറഞ്ഞില്ലേ ദീപ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഓക്കെ. എവിടേക്കും നമ്മൾ പണ്ട് കാലത്ത് പഠിച്ചതൊക്കെ നമ്മൾ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയതാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ ഞാനിപ്പോ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ഒരു 4ാം ക്ലാസ്സിലാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 3ാം ക്ലാസ്സിലാണ് ഗ്രാമർ തുടങ്ങിയത്. ക്ലാസ്സിൽ ഞാനൊരു മഡം സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പം 4ാം ക്ലാസ്സില് മേഴ്സിന എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ആയിരുന്നു, ഒരു മഠത്തിലമ്മയായിരുന്നു ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. ആ അമ്മയാണെങ്കിൽ അമ്മ ശരിക്കും ഗ്രാമർ പഠിപ്പിച്ചത് 4ഉം 5ഉം പഠിപ്പിച്ചു. അത് പിന്നെ ഇങ്ങോട്ട് കുറച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. പിന്നീട് എനിക്ക് ഗ്രാമറുമായിട്ട് ഒരു ബന്ധവും പിന്നെ വന്നിട്ടുമില്ല. പക്ഷെ അന്ന് എന്തോ പഠിച്ചത് ഇപ്പൊ പിന്നെ മോനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഓർമ്മയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രാമർ. എൻ്റെ ഒരു ഞാൻ എല്ലാവരോടും പറയാം എനിക്ക് ഗ്രാമർ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആവണമെന്ന് പറയുമായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് അത് പഠിക്കുന്നത്. ഗ്രാമർ ശരിക്കും പഠിക്കും ദീപ. അത് കഴിഞ്ഞതിന് ശേഷം വീടിന്റെ മുന്നിലൊരു ബോർഡ് വയ്ക്കും, ഗ്രാമർ ടീച്ചർ ആവണം എനിക്ക്. ദീപ പറയുന്നതാണ് ദീപയുടെ ഫീസ്. കഴിഞ്ഞാലുണ്ടല്ല ദീപ പറയും ആഴ്ചയിൽ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഇത്ര രൂപ. യെസ്. അപ്പോ ഇതിനോട് നമുക്ക് താല്പര്യം ഉണ്ടായാൽ മതി. തുടക്കത്തിൽ നമുക്ക് ചില താല്പര്യക്കേട് വന്നതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. ഓക്കെ, നമുക്കൊരു ചെറിയൊരു ഇഷ്ടം ഉണ്ടാക്കിയിട്ട് ശരിയാക്കി. രാജകൃഷ്ണൻ സാർ അപ്പോ നേരത്തെ പറഞ്ഞത് കറക്റ്റ് അല്ലേ? എന്ന് പറയുമ്പം ഐ വരുമ്പം വാസുരം നമ്മൾ പഠിച്ചു. അപ്പോ നമുക്ക് നടക്കാത്ത കാര്യങ്ങളിൽ വേറെ വരുമെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. അപ്പോ നേരത്തെ ആരോടോ ചോദിച്ചില്ലേ, ഞാൻ എന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഞാൻ എന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാന്ന് അതൊരു പോസിബിൾ അല്ലേ? എന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാം. ഇപ്പൊ ഷാലിന് വെറുതിരിക്കുമ്പോ ഷാലിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചു പോകില്ലേ? എന്താണ് എന്റെ ഭാവി, ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചു പോകും. അത് നടക്കാൻ സാധ്യതയുണ്ട്.
ശാലിനി ആലോചിക്കുന്നത് ഞാൻ ഇന്നതായിരുന്നെങ്കിൽ ഇപ്പൊ ഈവൻ ശാലിനി ആലോചിക്കുകയാണ് ഞാൻ ഇന്ത്യ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ അത് ചാൻസ് ഉള്ളതാണ്. അപ്പൊ ഐ വേറെ പറയണ്ട, അത് വാസു പറഞ്ഞാൽ മതി. കാരണം എന്താണ്, ഒരു പക്ഷേ നിങ്ങൾ ജയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റായി, പിന്നെ ഇലക്ഷൻ വന്നപ്പോൾ നിങ്ങൾ നിയമസഭയുടെ മത്സരിച്ചു, നിങ്ങൾ MLA ആയി, പിന്നത്തെ പ്രാവശ്യം ഇലക്ഷൻ വന്നപ്പോൾ നിങ്ങൾ ഭൂരിപക്ഷം കണ്ടു കഴിയുമ്പോൾ നിങ്ങളെ MP ആയി. ഇങ്ങനെ കയറി പോയി വേണമെങ്കിൽ പ്രധാനമന്ത്രി ആയിക്കൂടെ? അപ്പൊ നിങ്ങളുടെ മുന്നിൽ ആ ഒരു ചാൻസ് ഉണ്ട്. നമ്മളാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം, എന്നാലും ചാൻസ്, ഒരു സാധ്യതയുണ്ട്, ഇല്ലേ? നേരെ മറിച്ച് ഒട്ടും സാധ്യതയില്ലാത്തതാണ് ഇഫ് ഐ വെർ എ ബേർഡ്, ഇഫ് ഐ വെർ എ ഫിഷ്, ഇഫ് ഐ വെർ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, അതാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ, യു ഗെറ്റ് ദ പോയിന്റ്. ഇതൊക്കെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോ ഓക്കെ ശൈലിനി, ഓക്കെ, വെരി ഗുഡ്. അപ്പോ അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡോണ്ട് വറി. അപ്പൊ ഞാൻ കോൺകോഡ് എന്ന് പറയുന്ന സംഗതി അവസാനിപ്പിച്ച് ഇനി നിങ്ങൾക്ക് എപ്പോഴും ഒരു കാര്യം ഓർമ്മയുണ്ടാവണം, സബ്ജക്ട് അനുസരിച്ച് നമ്മൾ വെർബ് ഉപയോഗിക്കാവൂ. ഈസ് ആണെങ്കിലും, വാസ് ആണെങ്കിലും, വേർ ആണെങ്കിലും, ഹാവ് ആണെങ്കിലും, ഹാസ് ആണെങ്കിലും ആ സബ്ജക്ട് നോക്കിയതിനു ശേഷം. ആയിരുന്നെങ്കിൽ എന്ന് നമ്മളൊരു പറയുന്ന ഒരു വാചകം ഉണ്ടല്ലോ, ആ വാചകം എപ്പോ തുടങ്ങിയാലും അത് ഈസിലേ തുടങ്ങാൻ പാടുള്ളൂ എന്നുണ്ടോ? അത് ആയിരുന്നെങ്കിൽ എന്നല്ല, നമ്മളെപ്പോഴും ഒരു ആലോചിക്കുക, ഇൽ എന്ന് പറയുന്ന സംഗതി ഇല്ലേ, ഇൽ കിട്ടണമെങ്കിൽ നേരെ മറിച്ച് ഞാൻ വേറൊരു കാര്യം പറയാം. ദീപ പറയാണ് ഞാൻ ചെന്നപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. എങ്ങനെ ഇംഗ്ലീഷ് പറയും? ഞാൻ ചെന്നപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. ചെന്നപ്പോൾ എന്ന് പറയുന്ന ആ എൽ ഇല്ലേ, ആ എൽ എന്നുള്ള കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കണം? വെൻ എന്നുള്ള സാധനം ഉപയോഗിക്കണം. എപ്പോഴും when I went there, ഞാൻ അവിടെ ചെന്നപ്പോൾ, she was sleeping, അവൾ എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുകയായിരുന്നു. യെസ്, ഇനി നമുക്ക് വേറൊരു കാര്യം. അപ്പൊ വെൻ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം എപ്പോഴെന്നാണെങ്കിലും ആ എൽ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് വെൻ തന്നെ ഉപയോഗിക്കുക. ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഉപയോഗിക്കണം, ഈ വെന്ന് ആദ്യം തന്നെ ഉപയോഗിക്കണം അല്ലേ? ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കും. യെസ്, അർത്ഥം മലയാളം പറയുമ്പോൾ ഏറ്റവും അവസാനം വരുള്ളൂ. യെസ്, ഇനി ഞാൻ വേറെ ഒന്നും പറയാം. ഞാൻ പഠിച്ചത് കൊണ്ട് പാസ്സായി, ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ പാസ്സായി. നോക്കി, നേരത്തെ ഇൽ എന്ന് പറഞ്ഞു, പിന്നെ ഓൾ എൽ എന്ന് വന്നു. ഇപ്പൊ നോക്കി, കൊണ്ട്, പഠിച്ചത് കൊണ്ട്, ഞാൻ പഠിച്ചതുകൊണ്ട്, ഞാൻ എന്നുള്ളതിന് ഐ, പഠിച്ചത് കൊണ്ട് പഠിച്ചു കഴിഞ്ഞില്ല. അപ്പൊ ഐ സ്റ്റഡീഡ്, കൊണ്ട്, ഞാൻ പഠിച്ച കൊണ്ട് എന്നുള്ളതിന് ഇതിന് വേണ്ടി വരും. കൊണ്ട് എന്നുള്ളതിന് അതുകൊണ്ട് കൊണ്ട് ബിക്കോസ് ആണോ സാറേ? ബിക്കോസ് അല്ലെങ്കിൽ സോയാണോ? ബിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണം, അതുകൊണ്ട് എന്നുള്ളതല്ല, കൊണ്ട്. നമുക്ക് ഇതിന്റെ കൂടെ ഞാൻ പഠിച്ചത് കൊണ്ട് എന്നല്ല, ഞാൻ പഠിച്ചത് കൊണ്ട്, പഠിക്കാനുള്ള വാക്ക് അവിടെ കൊണ്ട് എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് ആസ് ആണ്. ആസ് ഐ സ്റ്റഡീഡ്, ഞാൻ പഠിച്ചത് കൊണ്ട്, ഐ പാസ്ഡ്, ഞാൻ പാസ്സായി. ആസ് ഐ സ്റ്റഡീഡ്. അപ്പൊ ആസിന്റെ അവിടുത്തെ അർത്ഥം എന്താണ്? കൊണ്ട് എന്നാണ് ആസിന്റെ അവിടുത്തെ അർത്ഥം. യെസ്, അപ്പോ ഈ സോയ അപ്പൊ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? സോ എന്ന് പറയുന്നതും അങ്ങനല്ലേ, അതുകൊണ്ടെന്നാണ്. അതുകൊണ്ടെന്നാണ്. അപ്പൊ നമുക്ക് രണ്ട് സെന്റൻസ് ആയിട്ട് പറയേണ്ടി വരും. ഐ സ്റ്റഡീഡ്, ഓക്കെ, ഒരു സെന്റൻസ്. സോ അതുകൊണ്ട് ഐ പാസ്ഡ് കേട്ടോ. മറ്റു നമുക്ക് ഒറ്റ സെന്റൻസ് ആണ്. ആസ് ഐ സ്റ്റഡീഡ് ഐ പാസ്ഡ്, ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ പാസ്സായി. മറ്റൊരു സെന്റൻസ് ഞാൻ അടുത്ത് പറയാം. മക്കളൊക്കെ കൂടി വന്നിട്ട് ദീപയുടെ അടുത്ത് വന്ന് ബഹളമുണ്ടാക്കിയിരിക്കും. അപ്പൊ ദീപ ലാസ്റ്റ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അവിടെ നോക്കി, ഇംഗ്ലീഷിൽ പറയാനാണോ സാറ്? ഇംഗ്ലീഷ് പറയാം.
ഇല്ലല്ലോ. ആസ് യു, നിങ്ങൾ As you like to do. ഡു ആസ് യു ലൈക്ക്. ഡു ആസ് യു ലൈക്ക്. അപ്പൊ ഇവിടുത്തെ ആസിന്റെ അർത്ഥം എന്താണ്? പോലെ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോ അവിടുത്തെ ആസിന്റെ അർത്ഥം എന്തായിരുന്നു? കൊണ്ട്. യെസ്. കേട്ടോ. അപ്പൊ ഈ ആസ് എന്ന് പറയുന്ന വേർഡിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പൊ രണ്ടെണ്ണം ഞാൻ ഇവിടെ പറഞ്ഞു, ആസ്, കൊണ്ട്, പിന്നെ പോലെ. അപ്പോ ഞാനിപ്പോ വേറൊരു കാര്യം പറയാം. നിങ്ങളൊരു ഡോക്ടറെ കണ്ടു, മരുന്നൊക്കെ വാങ്ങിച്ചു, പല പ്രാവശ്യം മരുന്ന് വാങ്ങിച്ചു, രോഗം മാറിയില്ല. പിന്നെ ആ ഡോക്ടറുടെ മുഖത്ത് നോക്കി നിങ്ങൾ പറയണം, ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങളൊരു പരാജയമാണ്. പരാജയം എന്നുള്ളൊരു ഫെയിലിയർ. ഡോക്ടർ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങളൊരു പരാജയമാണ്. ഒരു പറഞ്ഞതാണ് യെസ്. അവിടെ ആസിനവരോട് ഡോക്ടർ യു ആർ ഫെയിലിയർ കേട്ടോ. ആസ് എ ഡോക്ടർ യു ആർ ഫെയിലിയർ. ഒരു ഡോക്ടർ. അപ്പൊ അവിടുത്തെ ആസിന്റെ അർത്ഥം എന്താണ്? കൊണ്ട് എന്നല്ല, പോലെ എന്നല്ല, മറിച്ച് എന്ന നിലയ്ക്ക് കേട്ടോ. ആസ് എ ഡോക്ടർ, ഒരു ഡോക്ടർ എന്ന നിലക്ക് യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ. നിങ്ങൾ വളരെ വിജയിച്ച വ്യക്തിയാണ്. അപ്പൊ നമുക്ക് പറയാം, ആസ് എ ഡോക്ടർ യു ആർ എ ഫെയിലിയർ. ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങൾ ആരാണ്? നിങ്ങൾ പരാജയമാണ്. യു ആർ ഫെയിലിയർ. യെസ്. അപ്പൊ അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ആസ് എന്ന് പറയുന്ന വേർഡിന് കൊണ്ട്, പോലെ, എന്ന നിലയ്ക്ക് ഇതെല്ലാം അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഒരു സെന്റൻസ് നമുക്ക് കാണുമ്പോൾ നമ്മൾ ഒരു വേർഡ് മാത്രം, ഒരർത്ഥം മാത്രം പഠിച്ചാൽ പോരാ. വായിക്കുമ്പോൾ ഏതാണ് അതിന് സൂട്ടാകുന്നത് അത് വെച്ചാൽ നോക്കണം. ചിലപ്പോ അവിടെ കൊണ്ട് എന്നുള്ള സൂട്ടാവില്ല. അപ്പൊ പോലെ വെച്ച് നോക്കുക, എന്ന നിലയ്ക്ക് വെച്ച് നോക്കുക. യെസ്. ഓക്കെ. അപ്പൊ അതങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു വേർഡിന് ഈ പറഞ്ഞ ഇതിന്റെയൊക്കെ പറയുന്ന പേര് പ്രിപ്പോസിഷൻ ആണ്. അപ്പൊ അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. യെസ്. പിന്നെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ അപർണ ഒരു ഭയങ്കര ഐഡിയ പറയും. യെസ്. അപ്പൊ ഞാൻ പറയുന്നത് ഐ എഗ്രി. അപ്പൊ എന്റെ സംശയം ഇതാണ്, ഐ എഗ്രി വിത്ത് യു എന്ന് പറയൂ, ഐ എഗ്രി ടു യു എന്ന് പറയും? I agree with you. യെസ്. രണ്ടും കറക്റ്റ് ആണ്. പക്ഷെ രണ്ട് രീതിയിലാണ് മാത്രം. റാണി ഒരു ഐഡിയ പറയും. റാണി പറഞ്ഞ ഐഡിയ സൂപ്പർ ഐഡിയയാണ്. അപ്പൊ ഐ എഗ്രി ടു എന്ന് പറയുന്നത്. പക്ഷെ റാണി എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ റാണി പറഞ്ഞ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് അവിടെ ടു വരുള്ളൂ. നേരെ മറിച്ച് റാണി എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ റാണി പറഞ്ഞ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഐ എഗ്രി വിത്ത് എ പേഴ്സൺ ടു എ തിങ്. ഒരു സംഗതിയോടാണ് നമ്മൾ എഗ്രി ചെയ്യണമെങ്കിൽ അവിടെ ടു വരും. ഒരു വ്യക്തിയോടാണ് നമ്മൾ എഗ്രി ചെയ്യണമെങ്കിൽ അവിടെ വിത്ത് വരും. വിത്ത് എ പേഴ്സൺ ടു എ തിങ്. യെസ്. അത് ഇംഗ്ലീഷിൽ വരുന്ന മറ്റൊരു പ്രത്യേകതയും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഗതികൾ നമ്മൾ നോക്കി. ഇനി അതിനൊരു വേറെ എക്സാമ്പിൾ പറയാം. നമ്മൾ പറയാറില്ലേ ഈ കമ്പാരിറ്റീവ്, പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് എന്ന് പറയുന്ന 3 ഡിഗ്രി നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ അതിന് 3 ടെൻസ് ഉണ്ട്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ഗോ, വെന്റ്, ഗോ, ടേക്ക്, ടുക്ക്, ടേക്കൻ, കട്ട്, 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 പുട്ട്, 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 കട്ട്. അതുപോലെ ഒരു അഡ്ജക്റ്റീവിന് 3 കാലങ്ങളുണ്ട്. നല്ലത്, കുറച്ചുകൂടി നല്ലത്, ഏറ്റവും നല്ലത്. മോശം, കുറച്ചുകൂടി മോശം, തീരെ മോശം. ഉയർന്നത്, കുറച്ചുകൂടി ഉയർന്നത്, ഏറ്റവും ഉയർന്നത്. പൊക്കമുള്ളത്, കുറച്ചുകൂടി പൊക്കമുള്ളത്, ഏറ്റവും കൂടുതൽ പൊക്കമുള്ളത്. യെസ്. അങ്ങനെ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ട്. അതിനെ പറയുന്ന പേര് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. 3 ഡിഗ്രീസ് ഉണ്ട്. യെസ്. അപ്പോ പോസിറ്റീവ്, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നേരത്തെ ദീപ് ചോദിച്ചെന്ന് പറയുന്നത്, ഫുഡ് നല്ലത്, കുറച്ചുകൂടി നല്ലതാണ് നമ്മൾ എന്ത് പറയും? ബെറ്റർ. ഏറ്റവും നല്ലതാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ബെസ്റ്റ്. ബെസ്റ്റിനേക്കാൾ നല്ലത് ഉണ്ടാവാൻ പാടില്ല. അതാണ് ഉള്ളു ഏറ്റവും കൂടി വലിയ. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ നല്ലത് ഉണ്ടാവരുത്. എന്താ അതിന്റെ അപ്പുറത്തേക്ക് ഇന്ന് നല്ലതെണ്ണം വന്നാൽ പിന്നെ കൊടുക്കാൻ പാടില്ല. ഫുഡ് നല്ലത്, കുറച്ചുകൂടി നല്ലതാണെങ്കിൽ ബെറ്റർ, ഏറ്റവും നല്ലതാണെങ്കിൽ ബെസ്റ്റ്.
നിങ്ങൾ SSLC പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം TC കൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞപ്പോ ടീച്ചർ നിങ്ങൾക്ക് എഴുതി യുവർ ക്യാരക്ടർ ദിസ് ഇസ് ടു സർട്ടിഫൈ ദാറ്റ് ദീപ മനോജ് വാസ് എ സ്റ്റുഡന്റ് ഓഫ് സെന്റ് നാഷണൽ സ്കൂൾ ആൻഡ് ക്യാരക്ടർ ഈസ് ഗുഡ് എന്ന് പറഞ്ഞാൽ ദീപ മനോജ് ആ വർഷം പഠിച്ചിരുന്ന കുട്ടികളിൽ ഏറ്റവും നല്ല കുട്ടി എന്നാണ്. എല്ലാം തരക്കെഴുതുന്നുള്ളൂ അല്ലേ? നല്ലതാണ്. അപ്പൊ ആ വർഷം അവിടെ ഒരു കിണറ്റില് ഒരു കൊച്ചു വീട് കഴിഞ്ഞപ്പോ ചാടി രക്ഷിച്ചൊരു കുട്ടീനെ വിചാരിച്ചു. അപ്പൊ ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ചെയ്തപ്പോ ടീച്ചറെ എഴുത്തില്ല. ഇവിടെ കിണറ്റിലൊക്കെ വീട് ചാടി രക്ഷിച്ചല്ലേ, ബെറ്റർ കണ്ടിട്ട്. അപ്പൊ ഗുഡിനേക്കാളും മുകളിലായി. യെസ്. ഇനി വളരെ സാഹസികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത കുട്ടി ഉണ്ടെങ്കിൽ ആ വർഷം അതേക്കാൾ നല്ല കുട്ടി അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് ആ കുട്ടിക്ക് എന്ത് കൊടുക്കും? അപ്പൊ ആ പ്രാവശ്യം പഠിച്ചതിൽ അതിലും കഴിവുള്ള കുട്ടികൾ വേറെ ഉണ്ടായിട്ടില്ല എന്ന് അർത്ഥം. യെസ്, അവിടെ നമ്മൾ ബെസ്റ്റ് എന്ന് കൊടുക്കും. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പറയും ബെറ്റർ ദാൻ. രവി ഈസ് ബെറ്റർ ദാൻ വേണു. രവി ആരാണ്? ബെറ്റർ ആണ്. ദാൻ, ഈ ദാൻ എന്ന് പറയുന്നത് വേണ്ട അർത്ഥം എന്താണെന്ന് പറയാമോ? രവി ഈസ് ബെറ്റർ ദാൻ വേണു. രവിയാണ് വേണുവിനേക്കാൾ നല്ലത്. യെസ്. ഇനി ഞാൻ അടുത്തൊരു വാചകം പറയാം, അത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞാൽ മതി. വേണു ഈസ് ജൂനിയർ ദാൻ രവി. വേണു രവിയേക്കാൾ ജൂനിയർ ആണ് എന്ന് പറയുന്നത് റാണി, ശരിയാണോ വാചകം? വേണു ഈസ് ജൂനിയർ ദാൻ രവി. അറിയില്ല സാറേ. ഓക്കെ, ശാലിനി ഇത് പറയുന്നത് ശരിയാണോ? ഞാൻ നോക്കിയില്ല സാറേ. ഓക്കെ, രമ്യ എന്ന് പറയുന്നു ചിലപ്പോ തെറ്റായിരിക്കും സാർ. വീഡിയോ ചിലപ്പോ തെറ്റായി വന്നു. തെറ്റാണെങ്കിൽ എവിടെ എനിക്ക് തെറ്റ്? എവിടെ ഇരിക്കാൻ തെറ്റ്? ഏത് വാക്കിലാക്കിയാ തെറ്റ് വന്നേക്കണം? ജൂനിയർ ദാൻ എന്ന് പറയുന്നത്. ജൂനിയർ ദാൻ എന്ന് പറയൂല. ഓക്കെ ഓക്കെ ഓക്കെ, പറയൂ ദീപ, എവിടെ തെറ്റ്? തെറ്റുണ്ടെങ്കിലേ ഉണ്ട, തെറ്റില്ലെങ്കിൽ ജൂനിയർ ദാൻ. ദാനിലാണ് തെറ്റ്. അതെ അതെ. പിന്നെ അവിടെ എന്ത് വേണം? അപ്പൊ ജൂനിയർ വേണു ഈസ് ജൂനിയർ ടു രവി. ജൂനിയർ ടു രവി. ഓക്കെ ഓക്കെ, അപ്പൊ പുതിയൊരു കണ്ടുപിടുത്തമാണ് ദീപ നടത്തിയിട്ടുള്ളത്. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം? യെസ്, അല്ലെങ്കിൽ ദീപയുടെ അഭിപ്രായത്തോട് യോജിപ്പ്? ഓക്കെ, ദീപ പറഞ്ഞത് കറക്റ്റ് ആണ്. യെസ്, ഈ ജൂനിയർ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ജൂനിയർ എന്ന് പറയുന്ന വാക്കിന്റെ കൂടെ ദാൻ വരില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും അവിടെ കാൾ എന്ന അർത്ഥത്തിൽ എന്ത്, പിന്നെ ദാൻ അല്ലാണ്ട് എന്ത് ഉപയോഗിക്കുന്നു? അവിടെ ടു എന്നേ ഉപയോഗിക്കുന്നത്, TO2. എന്തുകൊണ്ടാണ്? നേരെ മറിച്ച് നേരത്തെ ബെറ്റർ ദാൻ വന്നപ്പോ ബെറ്റർ ആയിട്ട് ദാൻ ഉപയോഗിച്ചു. ഇവിടെ ജൂനിയർ കഴിഞ്ഞപ്പോ ടു ഉപയോഗിച്ചുള്ളൂ, ദാൻ ഉപയോഗിച്ചത്. കാരണം ഇംഗ്ലീഷ് ഭാഷയിൽ ചില വാക്കുകൾ ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഒരു വേർഡാണ് ജൂനിയർ. ജൂനിയർ ആണ്, സീനിയർ എങ്ങനെയാണ്, പിന്നെ പ്രിഫർ എങ്ങനെയാണ്, ഇതൊക്കെ ലാറ്റിൻ ഭാഷയിൽ ഒറിജിനേറ്റ് ചെയ്ത വേർഡാണ്. അങ്ങനെ ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള വേർഡുകളുടെ മുന്നിൽ ദാൻ ചേർക്കരുത്, പകരം ടൂവേ ചേർക്കാവൂ. ദാൻ ചേർക്കുമ്പോഴുള്ള അർത്ഥമായിരിക്കും അവിടെ കിട്ടുന്നത്. ഇങ്ങനെ ഒരു നിയമമുണ്ട്. യെസ്, അതുകൊണ്ടാണ് വേണു ഈസ്
ജൂനിയർ ദാൻ എന്ന് പറഞ്ഞപ്പോ തെറ്റ് ചെയ്ത് മറിച്ച് എന്താണ് അവിടെ 2 ആണ് കറക്റ്റ്. ഓക്കെ ഓക്കെ ദീപ മനോജ്, യുവർ കാൽക്കുലേഷൻ ഇസ് വെരി ഗുഡ്. ഞാൻ ആരും വേറെ വഴിക്ക് വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ യു ആർ റൈറ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോ നമ്മൾ ഓൺ ബോർഡ് എന്ന് പറയുന്ന സംഗതി നമ്മൾ അവസാനിപ്പിച്ചു. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇംഗ്ലീഷ് ഗ്രാമർ. അപ്പൊ ഞാൻ നേരത്തെ ചോദിക്കാൻ പോയ ചോദ്യമായിരുന്നു, രശ്മി ഇംഗ്ലീഷിനോടൊക്കെ നേരത്തെ ഇഷ്ടമായിരുന്നോ? എനിക്കോ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ കുറേശ്ശെ ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടോ? യെസ് സർ. അതെ, അതെന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ഇല്ല, ഇഷ്ടമാണ്, സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടേ നമുക്ക് ചിലപ്പോ ആ ഒരു വിഷയത്തോട് ഇഷ്ടം തോന്നുമല്ലോ. യെസ്, അതാണ് ഞാൻ വളരെ കുറച്ച് കൂടി പറഞ്ഞിട്ടുണ്ട്. വിഷയാധിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ സംഗതി മാത്രം പഠിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, യുവർ പെർഫോമൻസ് വാസ് വെരി ഗുഡ്. നമുക്ക് വീണ്ടും കാണാം. ബൈ. ഞാൻ സൈൻ ഔട്ട് ഉണ്ടാവും ഇല്ല അല്ലേ? ഓക്കെ, താങ്ക് യു.